ഹൗ ടു എറേസ് യുവർ ഈഗോ. നമ്മളുടെ ഈഗോയെ എങ്ങനെ മാറ്റാം? ഇത് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാൻ കാര്യം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്, എങ്ങനെയാണ് ഈഗോയെ മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പം ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈഗോയുമായിട്ട് ബന്ധപ്പെട്ട് എറേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഈ കമൻറ്റ് ചോദിക്കുന്നവർ മറ്റ് വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചില വീഡിയോസ് കണ്ടു തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും, നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇനി അഥവാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ അത് അൺസബ്സ്ക്രൈബ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഓപ്ഷൻ എൻ്റെ അടുത്തേക്ക് വരിക, ഒരു ഓപ്ഷൻ എൻ്റെ നകന്നു പോവുക. ഇത് രണ്ടും എൻ്റെ കൺട്രോളിലല്ല. എനിക്ക് നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള മാത്രമേ എൻ്റെ ഫോക്കസ്. എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നെ നകന്നു പോകുന്നു എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാക്സിമം വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഉത്തരവുണ്ട് ഇതിനകത്തല്ല. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴൽ പോലെയാണ്. നിഴലിന് നിലനിൽപ്പില്ല, വെട്ടത്തിൻ്റെ അഭാവം മാത്രമാണ് ഈ നിഴൽ എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല, റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ തിളച്ച് മറിയും നമുക്ക്. അതാണ് ഈഗോ. അതിനെ നിരീക്ഷണം വരുമ്പോൾ തന്നെ അതിൻ്റെ വേരറ്റ് പോവുക. നമ്മൾ പിന്നെ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഉള്ളൂ അത് വളരത്തുള്ളൂ. അതിനെ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വളരത്തില്ല, അതങ്ങനെ പോകത്തേ ഉള്ളൂ. നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണെങ്കിൽ അത് പരിപാലിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈഗോയെ നമ്മൾ വളർത്താൻ ശ്രമിക്കരുത്. അത് ഉണ്ടെന്നറിയുക, അതിൻ്റെ വിളയാട്ടം കണ്ട് മനസ്സിലാക്കുക, നിരീക്ഷകനെ ഉണർന്നാൽ മതി. പിന്നെ ഈഗോയ്ക്ക് പൊങ്ങാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പലരും പറയല്ലേ, ആ പുള്ളി ഭയങ്കര ഈഗോയാ കേട്ടോ എന്ന് പറയും. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. വേറൊരാൾക്ക് ഈഗോ ആണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. വേറൊരാളുടെ ഈഗോയെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് ആപാടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈഗോയെ കൺട്രോൾ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എറേസ് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ ഈഗോയെ നിരന്തരമായി ഒബ്സർവ് ചെയ്യുമ്പം ഈഗോ ഇല്ലാതായിക്കോളും. അത്ര സിമ്പിളാണ് കാര്യം. പക്ഷെ അത് നമ്മൾ ആ ഈഗോയെ വളരാൻ വിട്ടാൽ നമ്മളെ കൊണ്ട് പോവുകയും ചെയ്യും. ഓക്കെ.